കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല തടിച്ചുരുണ്ട്, നല്ല നീളത്തില് നല്ല മിടുക്കനായിട്ടൊരു ഉണ്ണീനാ ശ്രീലകത്ത് ചാർത്തിരിക്കണം കേട്ടോ. ഇതൊരു കൗതുകാരം. കളഭത്തിനൊക്കെ കൂടുതൽ നിറമുള്ള പോലെ തോന്നും കണ്ട, അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ കുഞ്ഞിക്കാലുമില്ലത് ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുടെ ഒരു കിങ്ങിണി അരയിൽ കെട്ടിയിട്ടുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. ആ കുഞ്ഞിക്കുമ്പേൻ്റെ ആ പൊക്കണ്ടിയും താഴത്തായിട്ട് ആ കിങ്ങിണി കിടക്കണ കാണാൻ നല്ല കൗതുകമാണ്. ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. ദേശം നീളത്തിലാണെന്നാൽ തടിച്ചുരുന്നിട്ടൊരു ഉണ്ണിയാണ്. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണി. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു പതക്കം പോലത്തെ ഒരു മാല. ഇങ്ങനെ ഒരു പതക്കം, അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ട് മുത്തുകളൊക്കെ തൂക്കി അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് ചാർത്തിരിക്കുന്നത്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ടിൻ്റെ നടുവിൽ ഒരു സ്വർണ്ണ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. രണ്ട് തോളത്തും രണ്ട് ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊരു മിടുക്കാറ് കാണാൻ തന്നെ. ശ്രീലകത്തേക്ക് നല്ല പ്രകാശമാണ്. ഈ കളഭത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കളഭം കൊണ്ട് ചാർത്തിയിട്ട് അതിൻ്റെ മുകളിൽ തിലകങ്ങളൊക്കെ തന്നെ തിളങ്ങിയോണ്ട് നല്ല കൗതുകമാണ്. ഈ തോളത്ത് രണ്ട് ഗോപി തിലകങ്ങൾ, കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കുഴൽ, വലത്തെ കയ്യിലൊരു വെണ്ണുരുള. കണ്ണൻ ഇതിൽ പറയുന്നത് എന്താ വേണ്ട, അത്ര ആനന്ദത്തിലാണ് കണ്ണൻ. വെണ്ണുരുളയുണ്ട് കയ്യിൽ, ഓടക്കുഴലുണ്ട് കയ്യിൽ. നല്ല സന്തോഷത്തിലേക്ക് നിൽക്കണവരുണ്ട് കണ്ണൻ. വയസ്സൊക്കെ ഏകദേശം ഇങ്ങനെ പറയാച്ചാൽ അറിയില്ല. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ തന്നെ, നല്ല കൗതുകമുണ്ട്. 2.5-3 വയസ്സൊക്കെ ആണോ എന്നൊക്കെ തോന്നുന്നു. നല്ല കോണ കൊടുത്തൊരു മിടുക്കനൊരു ഉണ്ണി. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, നല്ല ആനന്ദത്തിൽ തന്നെയാണ്. നല്ല സന്തോഷത്തോടു കൂടി നിൽക്കണം. ആ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകമുണ്ട് കേട്ടോ. അതുപോലെ പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളാണ്. ഒന്ന് തെച്ചി തുളസി വെളുത്തപ്പൂവായിട്ടുള്ള ഒന്ന്, പിന്നെ വെളുത്തപ്പൂവും തുളസിയും മാത്രമായിട്ട് ഒന്ന്. അങ്ങനെ 2 തിരുമുടിമാലകൾ. കഴുത്തിൽ ഒരേപോലത്തെ 2 ഉണ്ടമാലകൾ. രണ്ടും ഏകദേശം നല്ല തടിച്ചുരുണ്ട് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, വെളുത്തപ്പൂവ്, കുറച്ച് താമരപ്പൂവ്, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള 2 ഒരേപോലത്തെ ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. അങ്ങനെ 2 തിരുമുടിമാലകളും 2 ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമര തുളസിയായിട്ട് 2 എണ്ണം. ബാക്കി കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളൊരു 3 എണ്ണം. അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം വരും. ഉണ്ണിക്ക് ലേശം തടി ഇന്ത്യ തന്നാൽ തടി ഉണ്ടായിരുന്ന നല്ല നീളത്തിൽ നല്ല ഭംഗിയായിട്ടൊരു ഉണ്ണി കണ്ണൻ. നല്ല കൗതുകമുണ്ട് കാണാൻ. ആ കളഭത്തിൻ്റെ നിറവും ആ തിലകത്തിൻ്റെ തെളിച്ചയും എല്ലാം കൂടി, കണ്ണൻ്റെ പുഞ്ചിരിയും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ആരെയും വായിക്കണ പുഞ്ചിരി തന്നെ ഉണ്ട് കണ്ണൻ്റെ. സംശയം അത്ര സന്തോഷം. നിന്ന് തൊഴുതാൽ മതിയാവില്ല, അത്ര രസമായിട്ട് തൊഴുക. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നിന്നാമമെന്നാവിനു പാൽക്കുഴമ്പു, നിൻ കേളി എൻ കാതിനു കർണപൂരം, നിന്നീലിമാവഞ്ചനമെൻ മിഴിക്കു, നീയാണ് സർവസ്വം എനിക്കു കൃഷ്ണ. നാമങ്ങൾ കണ്ടത്തിനു മൗതികം, പ്രണാമങ്ങൾ മൂർധാവിനു പൊൻകിരീടം. നാം എപ്പോഴാണ് ഈശ്വരമാം പദത്തിൽ, നാൾ മിക്കതും പോക്കുവതീ വിധത്തിൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദത്തിലാണ് വീണ് നമസ്കരിക്കാം. എന്നിട്ട് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. ആ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കാം. നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം. നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ജപിക്കല്ലേ നാമം, ഉറക്ക ജപിക്കല്ലേ. നാരായണ 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 ഹരേ ഹരേ.